ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അഗ്രികൾച്ചറൽ, അതായത് അങ്ങനെ വലുതായ തോതിലൊന്നുമില്ല, ചെറിയ തോതിലൊക്കെ ഉള്ളതാണ്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൾ ഇത് ഓൺലൈനിൽ നിന്ന് വരുത്തിയിട്ടാണ് ഈ ചെടികളൊക്കെ വളർത്താറുള്ളത്. അപ്പോൾ അതിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ ഞാൻ നട്ട് കഴിഞ്ഞു, അത് കിളിർക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. ഗ്രോ യുവർ ഓൺ, ഇതാണ് ഒൺലി ഫോർ ഓർഗാനിക്. ഇതാണ് ഞാൻ ഓൺലൈനിൽ കൂടി വരുത്തിയത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു കേട്ടോ. വിത്തുകൾ, ചില വിത്തുകളൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലായിരുന്നു, ഉള്ളിയുടെയും അങ്ങനെയൊക്കെ. ഇത് ആദ്യം ഇതാണ് കോളിഫ്ലവറിൻ്റെ. ആരെങ്കിലും കോളിഫ്ലവറിൻ്റെ വിത്തുകൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. കോളിഫ്ലവർ അതിൻ്റെ വിത്തുകൾ കണ്ടോ, ഇങ്ങനെയാണ് കോളിഫ്ലവറിൻ്റെ വിത്ത് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് കാണാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ നട്ട് ഇത് നട്ടില്ല, ഇത് കുക്കുംബറാണ്. കക്കിടിയുടെ കേട്ടോ, കക്കിടിയുടെ വിത്ത് വേണം. അത് പിന്നെ അറിയാം, നമ്മുടെ വെള്ളരിക്കയുടെ വിത്ത് പോലെയാണ്. പിന്നെ ബ്രോക്കോളി, അത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ബ്രോക്കോളിയുടെ വിത്ത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത് ചീരയുടെ വിത്താണെന്നാണ് വിചാരിച്ചത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇത് തന്നെ ഒന്ന് കിളുത്താൻ മതിയായിരുന്നു. ഇത് ബ്രോക്കോളിയുടെയാണ്, ബ്രോക്കോളി. അതിനുശേഷം ഇതെന്താണെന്ന് നോക്കാം നമുക്ക്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, കടുകിൻ്റെയാണ്. കടുക് കുറച്ച് അധികം തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ കടുക് ഇറക്കാനെങ്കിലും പറ്റും, പക്ഷെ അതും പറ്റില്ല കേട്ടോ. വല്ല കെമിക്കലിട്ടിട്ട് വെച്ചിരിക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ഇത് വന്ന് നമ്മുടെ എന്താണ്, തലതിരിച്ചാണോ? തലതിരിച്ചായത്. ഇത് വഴുതനങ്ങയുടെയാണ് കേട്ടോ. ബ്രിഞ്ചാൾ ഗ്രീൻ റൗണ്ട് എന്നാണ് എഴുതിയേക്കുന്നത്. പിന്നെ ഇത് വന്നിട്ട് വെളുത്ത കക്കിടിയുടെ സ്പൗണ്ട് സ്ക്വാഡ്, അതും കക്കിടി തന്നെയാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഉലുവയാണ്, മെതി. ഇത് ഗ്രീൻ പീസ്. പിന്നെ ഇത് വന്ന് എന്താണ്, ബീൻസ്. ഇതെന്ത് ബീൻസാണ്? ഫ്രഞ്ച് ബീൻസിൻ്റെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമെന്നല്ലേ. ഇത് നമ്മുടെ വഴുതനങ്ങയുടെ, വെള്ള വഴുതനങ്ങയുടെ, അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇത് ഞാൻ നടാൻ പോവുമായിരുന്നു. ഇത് ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം. ഞാനെപ്പോഴും നടാൻ പോകുന്നത് അത് കിട്ടിയില്ല കേട്ടോ. അതിൻ്റെ കവർ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. ഇത് ടൊമാറ്റോ, ഇതൊക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലേ. ഇതെന്തോന്നാണെന്ന്, ലേഡി ഫിംഗർ, നമ്മുടെ വെണ്ടയ്ക്ക. ഒരെണ്ണം പോലും കിളുത്തില്ല കേട്ടോ. ഞാൻ നട്ടു 8 എണ്ണം നട്ടു, പക്ഷെ ഒരെണ്ണം പോലും കിളുത്തില്ല. അപ്പം നമുക്ക് ഇതിനെ റിജക്റ്റ് ചെയ്യാം. ചിലത് ആ കുട്ടി പറഞ്ഞാൽ അത് അവരുടെ എല്ലാം കിളുത്തു എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് അസ്പാരഗസ്, അതെന്ത് സാധനമാണോ ആർക്കറിയാം, എനിക്കറിഞ്ഞൂടാ എന്താന്ന്. ഇത് നമ്മുടെ വഴുതനങ്ങയുടെയാണ്. ഇത് വന്ന് ഗാർലിക്ക്. നോക്കൂ, ഗാർലിക്കിൻ്റെ വിത്ത് കണ്ടോ, വെളുത്തുള്ളിയുടെ അരിയാണിത്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് വെളുത്തുള്ളിയുടെ അരി. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഇത് നമുക്കറിയാം, ക്യാപ്സിക്കത്തിൻ്റെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കണ്ടമാനമുണ്ട്, 45 ഇനം ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഈ വെള്ളപ്പാവയ്ക്ക് നിന്ന് 2 എണ്ണം എടുത്ത് പാകിയിട്ടുണ്ട്. അത് കിളുക്കോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വേറൊരെണ്ണം ഞാൻ കാണാത്തത് ഇതാണ് കേട്ടോ, നമ്മുടെ ക്യാരറ്റിൻ്റെ വിത്ത് കേട്ടോ. പിരിവിരാന്ന് സ്മോൾ ക്യാരറ്റാണിത്. അത് ഒരു സൈസ് പിങ്ക് കളർ ക്യാരറ്റില്ലേ, അതിൻ്റെ വിത്താട്ടോ. ഇത് ഞാൻ ഇട്ട് കഴിഞ്ഞ് ഒരെണ്ണം പോലും കിളുത്തില്ല. മേരിഗോൾഡ്, നല്ല ഭംഗിയുള്ള പൂവൊക്കെ, നല്ല ഭംഗിയുള്ള ഞാനടുത്ത് ഇപ്പോൾ ഉണ്ടാകുമായിരിക്കുന്നു, പക്ഷെ ഒരെണ്ണം പോലും. ഇന്നിപ്പോൾ 15 ദിവസമായി, ഇതുവരെ അത് കിളുത്തിട്ടില്ല. പിന്നെ ഇത് വന്ന് നമ്മുടെ ക്ലസ്റ്റർ ബീൻസ്. ഒരു സൈസ് ഇതില്ലേ, ബീൻസിനധികം ഇത് ഉണ്ടാവില്ല, എന്താ പറയുക, ഒരു സൈസ് ഇവിടെയൊക്കെ കിട്ടും, നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇത് വന്ന സ്പിനാച്ച്, ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. സ്പിനാച്ചിൻ്റെ വിത്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് പാകിയിട്ടുണ്ട് കുറച്ച്, ഞാൻ കിളുക്കുവാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ വന്ന് നമ്മുടെ തിണ്ട എന്ന് പറഞ്ഞിട്ട്, ഇത് കാണുന്നില്ല അല്ലേ, അടുത്ത് പിടിച്ചിട്ട്. ടിൻഡ എന്ന് പറഞ്ഞിട്ടൊരു
ഒരു എന്താണ് ചെറിയൊരു എന്താ പറയുക നമ്മുടെ യോ ചുരക്ക പോലെ തന്നെയുള്ളൊരു സാധനമാണ് അതിൻ്റെ ഇത്. ചുരക്ക നീളത്തിലല്ലേ, ഇത് ഉരുണ്ടിരിക്കും, ചെറുതാണ് മാത്രം. പിന്നെ ഇതാണ് നമ്മുടെ ഉള്ളി. അല്ല സോറി ബീട്രൂട്ട് ഞാൻ കണ്ടിട്ടില്ല ബീട്രൂട്ടിൻ്റെ ഇത്. ഞാൻ ബീട്രൂട്ട് ആകുമ്പോൾ കട്ട് ചെയ്തിട്ട് ഞാൻ വയ്ക്കാറാണ് പതിവ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ മുകൾ വശത്തുനിന്ന് കട്ട് ചെയ്തത് വയ്ക്കുമ്പോൾ അത് കിളുക്കാറും അതുകൊണ്ട് ബീട്രൂട്ട് ഉണ്ടാവാറ് പതിവില്ല. ഇത് ഞാൻ കാണാത്തതാണ് കേട്ടോ. ഇതാണ് ബീട്രൂട്ടിൻ്റെ. പക്ഷേ ഇത് ഞാൻ നട്ടു, പക്ഷേ ഒരെണ്ണം പോലും കിളുത്തില്ല. പിന്നെ ഇത് വന്ന് റാഡിഷിൻ്റെ ഞാൻ കണ്ടിട്ടില്ല വിത്തുകൾ, അതും ഇട്ടിട്ടില്ല, ഇടാൻ പോകുന്നത്. പിന്നെ ഇത് ഇതാണ് നമ്മുടെ ഉള്ളിയുടെ വിത്ത് കണ്ടോ. ഉള്ളി ചെടി കണ്ട് ഇങ്ങനെ പൂത്ത് വെക്കണം കണ്ടിട്ടില്ല, പക്ഷേ വിത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിന് ആദ്യമായിട്ടായിരുന്നു. ഞാൻ എപ്പോഴും ഉള്ളി ഇങ്ങനെ കിളുത്ത് നമ്മൾ വെച്ചേക്കുമ്പോൾ അത് കിളുത്ത് വരുമല്ലോ, അതിനെ ആക്കുമ്പം സ്പ്രിങ് ഓണിയനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഉള്ളി കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെയ്ക്കും. അത് ഞാൻ ഉണങ്ങുന്നിടം വരെ നിർത്തി നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെയ്ക്കും ഉള്ളിയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ സ്പ്രിങ് ഓണിയൻ 3 പ്രാവശ്യമായിട്ട് കട്ട് ചെയ്തെടുത്ത് വല്ല മെഴുക്കുവരട്ടി ഉണ്ടാക്കാനോ അതിനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. അതായത് നമ്മൾ വെച്ചേക്കുമ്പോൾ കിളുത്ത് വരുന്ന അതൊക്കെ. അപ്പോൾ അത് ഇത്രയും വിത്തുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ എത്ര എണ്ണം ഉണ്ടാവുമെന്നറിയോ. ഞാൻ കുറേയൊക്കെ നട്ട് കഴിഞ്ഞു. 45 വെറൈറ്റി ഓഫ് വെജിറ്റബിൾ സീഡ്സ് എന്ന് അതെല്ലാം എഴുതിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുറ്റം കൊണ്ടായിരിക്കാം, ചിലപ്പം ഞാൻ ഇട്ട മണ്ണിൻ്റെ ഇതുകൊണ്ടായിരിക്കാം. ഞാൻ മണ്ണിൽ ചാണകപ്പൊടിയും മണ്ണും പിന്നെ ചകിരിച്ചോറും പിന്നെ നമ്മുടെ സുഡോണോമോക്സ് അത് കൂടെ കുറച്ച് കലക്കി വെച്ചിട്ട് അങ്ങനെയാണ് അതിൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. അവളങ്ങനെ ചെയ്യുമ്പോഴാണ് അവൾക്ക് ചെടി ഉണ്ടാവണമെന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എത്ര വരെ ഉണ്ടാകുമെന്ന് അറിഞ്ഞൂടാ. ഞാനേതായാലും കാണിച്ചു തരാം. ഞാൻ ഇട്ടിരിക്കുന്നത് കുറച്ചൊക്കെ കിളുത്തിട്ടുണ്ട്. ചിലതെല്ലാം കിളുത്തു, ചിലതൊന്നും കിളുത്തില്ല. വെണ്ടയ്ക്കൊന്നും കിളുത്തേയില്ല. പിന്നെ ചൊരയ്ക്ക അത് കിളിച്ചിട്ടുണ്ട്. ചൊരയ്ക്കയും പോട്ടെ, എന്താണ് അതിൻ്റെ പേര്, പീച്ചിങ്ങ 2 കിളുത്തു. ഞാൻ 10-12 ഇട്ടു, പക്ഷേ 2 കിളുത്തു. കാണിച്ചു തരാവേ. ഇതാണ് ചൊരയ്ക്ക 2 കിളുത്തു. ഞാൻ പറഞ്ഞില്ല 2 കിളുത്തുന്നു. അപ്പോൾ ഇത് ചെറുതൊക്കെ ഉള്ളിയാവാം, മല്ലി നട്ടിട്ടുണ്ട്. അതൊക്കെയാണ്. ഇത് ചീര നേരത്തെ ഉള്ളതാണ്, എപ്പോഴോ ചെയ്തു. ഇതിനകത്ത് മുളക്, ക്യാപ്സിക്കം, ചെറിയ മുളക്, വലിയ മുളക് അതൊക്കെ ഇട്ട് അതൊക്കെ ഇപ്പോൾ കിളത്തേ ഉള്ളൂ. പിന്നെ ഇതും ഉലുവ, ഇത് ഉലുവയും കാര്യങ്ങളൊക്കെയാണ്, അതും കുറച്ച് കിളത്തു. അങ്ങനെ പച്ചമുളക് ഒരെണ്ണം അത് നേരത്തെ ഞാൻ ഇട്ടതാണ്. നമ്മുടെ സാധാരണ മുളകിട്ട് കളിപ്പിച്ചതാണ്. ഈ സാധാരണ മുളകിട്ട് കളിപ്പിച്ചത് ഇതാ ഇവിടെ വരെ എത്തി. ഒരു മുളകൊക്കെ ആയിട്ടുണ്ട്. അതാ ഒരു കുഞ്ഞിക്ക് മുളക് കാണുന്നുണ്ട്, ഒരു കൊച്ചുമുളക് ഇവിടെ പോയി. ഒരു മുളക് ഉണ്ടാവുന്നുണ്ട് കണ്ട. ഇതാണ് ഒരു കുഞ്ഞിക്ക് മുളക്. ഒരു മുളക് ഏതായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് ഇത് കുറേശ്ശെയായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പം നട്ടതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ അവരിൽ